ഫ്രണ്ട്സ്, Techyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സൈക്കിൾ ചെയിൻ ഉണ്ടല്ലോ, ആ സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരു ടൂള് നമ്മുടെ സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ടൂൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഈ ഒരു പൈപ്പ്, അതായത് നമ്മുടെ സ്ക്വയർ ടൈപ്പ് പൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു പൈപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സൈക്കിൾ ചെയിൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുത്തൊരു ചെറിയ ചെയിനിൻ്റെ ഭാഗവും ഉണ്ട്. അതായത് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അതിൻ്റെ ഒരു ഒരു 30 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മുടെ ചെയിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൈപ്പിൽ എന്ത് ചെയ്യണം, 4 ഹോൾ ഇടണം. എന്തിന്? ഈ ഒരു ചെയിൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി 4 ഹോൾ ഇടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ആ ഹോൾ ഇട്ടിട്ട് വരാം. വേണ്ട, നമ്മൾ ഈ ഒരു സൈഡിലും എന്തുണ്ട്, 4 ഹോൾ ഇട്ടുണ്ട്. 2 ഹോൾ ഇവിടെയും 2 ഹോൾ ഇവിടെയും. അപ്പോൾ നിങ്ങൾ ഈ ഹോൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈഡിലെ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രൂവിൻ്റെ ഈ ഒരു നെറ്റ് ബോൾട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു ഭാഗം കയറുന്ന ടൈപ്പ് ഹോളായിരിക്കണം. അതുപോലെ തന്നെ ഈ 2 സൈഡിൽ, ഈ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ ഹോളിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സൈഡ്, ഈ ഒരു സ്ക്രൂവിൻ്റെ ഈ ഒരു സൈഡ് കയറുന്ന ടൈപ്പ് ഹോൾ മാത്രം മതി. പക്ഷെ നമ്മുടെ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സൈഡിൽ ബിറ്റ് പൊട്ടിപ്പോയത് കാരണം നമ്മൾ 2 സൈഡും അത്യാവശ്യം ചെറിയ ബിറ്റില്ലാത്തതുകൊണ്ട് വലിയ ഹോളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സൈഡിൽ ഈ ഭാഗം കയറുന്ന ടൈപ്പുള്ള ഒരു ഹോൾ ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ, നമ്മളെ ചെയിൻ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഒരു എഡ്ജൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഈ ഒരു ചെയിന് ഇതിനകത്ത് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഒരു ഹോൾ വഴി നമുക്ക് ഈ ഒരു സംഭവം കടത്തി വിടാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട ഹോൾ വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാഷർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാഷർ നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഇതുണ്ടല്ലോ, ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു നെറ്റിട്ട് ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഇതുപോലെ ഒന്ന് നെറ്റിട്ട് വെക്കുക. അതുപോലെ തന്നെ അടുത്തതും ഇതുപോലെ ഇതിനകത്ത് നമുക്ക് കയറ്റി വെക്കാം. നമ്മുടെ 2 ഹോളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 2 സ്ക്രൂവും നമ്മൾ പെട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ഒരു ചെയിന് നമ്മൾ ഈ 2 ഹോളിലൂടെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 സ്ക്രൂവിലും നമ്മൾ നെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൂള് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. നമ്മൾ ആദ്യം പൈപ്പ് എടുത്ത് അതിൽ 4 ഹോൾ ഇട്ട് ഒരു ചെയിൻ വെച്ച് സ്ക്രൂ ചെയ്തു. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. ടൂൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് പോയി നോക്കാം. ഇത് എങ്ങനെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി നോക്കാം.
അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചാനൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.